ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. തള്ളുകളുടെ രാജാവ്, നമ്മള് ഈ ഹാസ്യത്തിന്റെ രാജാവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ തള്ളുകളുടെ രാജാവെന്ന് നമ്മുടെ ഒരു ഹാസ്യ കലാകാരനാണ് ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ ദിവസവും ഓരോ തള്ളുമായി ഇങ്ങനെ വരും. സലീം കുമാറാണ് പറഞ്ഞിട്ടുള്ളത്. പറവൂര് VD സതീശന്റെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഓരോ ദിവസവും ഓരോ തള്ളുമായി നടക്കുകയാണെന്ന പരിഹാസമാണ് സലീം കുമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി സന്ദർഭങ്ങളും അദ്ദേഹം കൂട്ടിയിണക്കിയാണ് ഇത് പറയുന്നത്. ഈ ആദ്യം പിഷാരടിയായിരുന്നു, പിന്നീട് സലീം കുമാർ. ഈ ഹാസ്യ കലാകാരന്മാരെല്ലാം കൂടി ഇട്ട് പൊങ്കാല ഇടുകയാണോ ശ്രീ പിണറായി വിജയനെ? എവിടെ നിന്ന് നോക്കിയാലും ഇദ്ദേഹത്തിനുള്ള പണികളാണ് വരുന്നത്. എന്തോ കണ്ടകശനിയാണെന്നൊക്കെ തോന്നിപ്പോകും. കാരണം എല്ലാം ഇദ്ദേഹത്തിന്റെ നെഞ്ചത്തേക്കാണല്ലോ വരുന്നത്. അല്ല, ഇത് ചില വ്യക്തികളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ പുകഴ്ത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം പുകഴ്ത്തേണ്ടി വരും. ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ മാടയാണ്, ഞാൻ കൂടെയാണ്. അപ്പൊ അതാണ് അദ്ദേഹം സന്യാസിയാണെന്നൊരു വർത്തമാനമൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ നടൻ മോഹൻലാലുമായിരുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു സന്യാസി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ സന്യാസി ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഭാഷാ നിഘണ്ടുവിൽ നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത പ്രയോഗമായി അവസാനം അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ചെറ്റത്തരം എന്ന വാക്ക് പറഞ്ഞത്. അല്ലെ, ഒരു സന്യാസി എന്ന് പറയുമ്പോൾ ആ സന്യാസം എന്ന് പറയുക അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിന് ചില മെരിറ്റുകൾ നമ്മൾ മനുഷ്യർ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതായത് ഭൗതിക സുഖങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരെയാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു സന്യാസിയാണ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ എത്ര അകമ്പടിക്കാരൻ അദ്ദേഹത്തിനുള്ള 35 അകമ്പടിക്കാരനകത്ത് ഇരുന്ന് പോകുന്ന സന്യാസിയാണോ അദ്ദേഹം? എത്ര പോലീസുകാർ അദ്ദേഹത്തിന് ചുറ്റുമുള്ളത്? അതെ, അല്ല, അങ്ങനത്തെ ഒരു സന്യാസിയാണോ? പിന്നെ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗൺമാൻ തലയടിച്ച് പൊട്ടിച്ച് വീഴ്ചയടക്കാൻ പറ്റാത്ത രീതിയിലാക്കിയ ചെറുപ്പക്കാരെ അടിച്ചത് കണ്ട് ആസ്വദിച്ച് അദ്ദേഹം പോലീസുകാർ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സന്യാസത്തിന്റെ ഭാഗമാണോ? അപ്പൊ ഇതിങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമാത്രമല്ല, ഊരിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ താൻ നടന്നു പോയതാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അദ്ദേഹം ഇത്രയും വലിയ പ്രാഗൽഭ്യം, ഇപ്പോ അങ്ങ് രാജാവാണ്, അങ്ങ് വലിയ ആളാണ് എന്ന് ഈ പറയുന്ന പാദസേവകരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഒന്ന് പറയട്ടെ. അവരാരെങ്കിലും ഞങ്ങളുടെ മുഖ്യമന്ത്രി അങ്ങനെയാണ്, അതാ പറയാത്തത് കൊണ്ടാണ് സ്വയം പറയേണ്ടി വരുന്നത്. ചില വ്യക്തികളെ സംബന്ധിച്ച് ചിലരെ ആരും പറഞ്ഞു പുകഴ്ത്താറില്ല. അപ്പൊ അവർ തന്നെ ആ കൃത്യം അങ്ങ് ഏറ്റെടുക്കും. ഞാൻ മാടയായിരുന്നു, ഞാൻ കൂടെയായിരുന്നു, ഞാൻ അവിടെ അതായിരുന്നു, ഇതാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് പറ്റിയിരിക്കുന്നത്. അതാണ് സലീം കുമാർ പറഞ്ഞ തള്ളെന്ന്. കാര്യം അദ്ദേഹത്തിന്റെ ഭരണത്തിലെ മികവെന്ന് പറയുന്നത് ആരോ പറഞ്ഞു, അല്ലെ, കേരളത്തിൽ ഇത്ര കണ്ട് മികവ്. അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ എങ്കിൽ പിന്നെ അദ്ദേഹം അമേരിക്കയിൽ പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ സാർ. താങ്കൾക്ക് ഇവിടെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു, അല്ലെ? ഈ പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്രയും കൂടെ നിന്ന് ഇത്രയും പേര് അദ്ദേഹത്തിനെ കൊണ്ട് എന്തെല്ലാം ആയോ ഓരോരുത്തരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഭരണത്തിന്റെ അവസാന കാലത്ത് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത്രയ്ക്ക് എല്ലാവരും കൂടെ കോർണർ ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഈ മുഖ്യമന്ത്രി ആകുന്നതിനും പാർട്ടി സെക്രട്ടറി ആകുന്നതിനും കൂടെ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരാരെങ്കിലും ശബ്ദിച്ചോ? ഒരേ ഒരു ശിവൻകുട്ടി മാത്രമല്ലേ സംസാരിച്ചുള്ളൂ, മരുമോ പോലും സംസാരിച്ചില്ലല്ലോ, അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അദ്ദേഹം ഒരു സ്വയം ബിംബമാണെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബിംബം ഇപ്പൊ ഒന്നുമല്ലാതെ ഇങ്ങനെ പൊട്ടി ചിതറിയൊക്കെ പോകുന്നില്ല. ആ ബിംബം ഒന്നുമല്ലാതെ ഉടഞ്ഞു പോവുകയാണ്. സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എന്ത് പറഞ്ഞാലും താനെന്തിനാ അമേരിക്ക പോകുന്നതെന്നുള്ളൊരു ഒരു കോമഡി മൂവി അല്ലെങ്കിൽ ഒരു ഹാസ്യ ചിത്രത്തിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ആ ഒരു സംഭാഷണത്തിൽ പറയുന്ന പോലെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും അതിലൊരു അമേരിക്കയുണ്ട്. അതാണ് സലീം കുമാർ പറയുന്നത്. ഒരു കുട്ടി, മുഖ്യമന്ത്രിയുടെ ഒരു കഥയിലെ ഒരു കുട്ടി വരുന്നു, കുട്ടി ഇങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ റോഡുകൾ കാണുന്നു. അമേരിക്കയെക്കാട്ടിലും കേരളം മാറിപ്പോയല്ലോ, അത്രയും സംവിധാനമാണല്ലോ എന്ന് ആ ഒരു കുഞ്ഞു പറയുന്നത്. ആ ഒരു കഥയുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ കഥ ഇദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ബാക്കി വർഷം ഈ സലീം കുമാറിന്റെ അതേ ഡയലോഗ് പറയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. കേരളത്തിലെ മാറ്റം കണ്ട് അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് വിദേശത്ത് നിന്ന് വന്ന ഒരു പയ്യൻ പറഞ്ഞതായി മുഖ്യമന്ത്രി ഒരിക്കൽ പറയുകയുണ്ടായി. ആ പയ്യൻ ആരാണെന്ന് അന്വേഷിച്ചു പോയ ഞാൻ ഒടുവിൽ അവനെ കണ്ടെത്തി. അവൻ ഊളംപാറയിലെ മാനസികാരോഗ്യ ആശുപത്രിയിലായിരുന്നു. വ്യവസായ സൗഹൃദ കേരളത്തിൽ 3 ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് ഒരു വ്യവസായി പറഞ്ഞതായി മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. ആ വ്യവസായിയെ തിരഞ്ഞു ചെന്നപ്പോൾ ആ പയ്യൻ കിടക്കുന്നതിന്റെ അടുത്ത വാർഡിൽ തന്നെ ഉണ്ടായിരുന്നെന്നും സലീം കുമാർ പരിഹസിച്ചു. അപ്പോൾ ഇതാണ് ആ പരിഹാസമായി സലീം കുമാർ പറയുന്നത്. ഇതിനകത്തിൽ ചില പരാമർശങ്ങളുടെ നമുക്ക് വ്യക്തിപരമായ എതിർപ്പുണ്ട്. കാരണം ഊളംപാറ എന്ന് പറയുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അല്ലെങ്കിൽ മനസ്സിന്റെ താളം തെറ്റിപ്പോയ രോഗികൾ കിടക്കുന്ന ഒരു ആക്ഷേപം പറഞ്ഞത് ശരിയായി. അല്ല,
അതിനോട് അപ്പൊ അത് അങ്ങനെ താരതമ്യം ചെയ്തത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നി. അതിലൊരു ഈർഷ്യ നമുക്കുണ്ട്. അല്ല, അതിലൊരു സങ്കടം തോന്നി. അങ്ങനെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. കാരണം ജീവിത അതൊരു രോഗാവസ്ഥയാണ്. അതെ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എപ്പോഴും മനസ്സിന്റെ താളം തെറ്റിപ്പോയ പലരുമാണ് അവിടെ ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഈ തള്ളുകൾ എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പരിസരത്തുള്ള ഇദ്ദേഹം കാണുന്ന റോഡ് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ന്യൂയോർക്കിൽ പറഞ്ഞ അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞ റോഡ് എന്തായാലും NH-ലൂടെയോ ഹൈവേയിലൂടെയോ ദേശീയപാതയിലൂടെ ആയിരിക്കണം ആ കുട്ടി പോയിട്ടുണ്ടായിരുന്നത്. കാരണം ദേശീയപാതയുടെ ചുറ്റുമാണ് വികസനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ഉൾനാടുകളിലൊക്കെ വികസനങ്ങളുണ്ടോ നമുക്ക് അങ്ങനെ പറഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പൊ ദേശീയപാതയുടെ പിതൃത്വം ഇവർക്കല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ വികസനങ്ങളുടെ ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയൻ ഉള്ളതല്ല. അതാണ് തള്ള് നമ്പർ 1 എന്ന് പറയുന്നത് സകലിൻ കുമാർ പറയുന്നത്. പിന്നീട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള സന്ദർഭങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രം പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ധാരണയുണ്ടാകും. ആ ധാരണയില്ലാത്ത ഒരേ ഒരാൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. തള്ളാൻ മാത്രമാണ് അദ്ദേഹത്തിന് അറിയാവുന്നത്. നിരവധി എത്രയധികം ബഡ്ജറ്റിൽ തന്നെ തള്ളു കേട്ട് കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല ചേട്ടാ. പിന്നീട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഖജനാവിൽ പൂച്ചയൊന്നും പെറ്റു കിടക്കുന്നില്ല എന്നൊരു പ്രസ്താവന വന്ന് പറയുന്നു. ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ലക്ഷം കോടി കടം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി സംബന്ധിച്ചിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇവിടെ കടമുണ്ടെന്നും ഇവിടെ പൈസ ഇല്ലെന്നും പറയുന്ന അതേ മുഖ്യമന്ത്രി തന്നെ മരുമകന് 10 ലക്ഷവും 20 ലക്ഷവും 50 ലക്ഷവും ഒക്കെ എഴുതി കൊടുക്കുന്നു. ഇത് അപ്പോ ഈ പൈസ എവിടുന്നാണ് വരുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്. അത് മാത്രമല്ല, അതിലെ ഈ കിഫ്ബി എന്ന് പറയുന്ന ഒരു പരിപാടി ഈ ഭരണത്തിലുണ്ടായിരുന്നു. ഈ കിഫ്ബി എന്താണെന്ന് സാധാരണക്കാരൻ അറിയാം. കിഫ്ബി എന്താണെന്ന് സാധാരണക്കാരൻ അറിയോ? അപ്പൊ ഇവർ ഈ കാണിക്കുന്ന ഇവരുടെ സാമ്പത്തിക സോഴ്സ് ആണത് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ സാമ്പത്തിക സോഴ്സ് എന്താണെന്ന് ഇപ്പൊ ഐസക്കോ അല്ലെങ്കിൽ പോട്ടെ ഈ നമ്മൾ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഇടത് നേതാക്കളെ, നിങ്ങളുടെ മന്ത്രിസഭയിൽ രാജീവ് തുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ടല്ലോ, നിങ്ങൾ ഈ കിഫ്ബി എന്താണെന്ന് ജനങ്ങൾക്കൊന്ന് നിങ്ങളുടെ കൺവെൻഷനുകളിലൊന്ന് പറഞ്ഞു കൊടുക്കുക. കാര്യം ഇവർ ബുദ്ധിജീവികളാണെന്നൊരു സ്വയം വെപ്പ് അവർക്കുണ്ട്. ഇവർ പറയുന്ന ഇപ്പൊ പാർട്ടി ക്ലാസ്സുകളിൽ പറയുന്ന പ്രത്യശാസ്ത്രവും അല്ലെങ്കിൽ പിന്നെ മൗലികവാദവും അല്ലെങ്കിൽ ആ വാദവും ഈ വാദവും കറക്റ്റ് വാദവും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ PWD റോഡ് അല്ലെങ്കിൽ PWD വകുപ്പിന്റെ പ്രകാരമുള്ള വികസന പദ്ധതികൾ കേട്ട് പരിചയത്തിൽ അതിൽ നിന്ന് മുഴുവൻ കിഫ്ബിയാണ്. കിഫ്ബി എന്താണെന്ന് ഇവിടെ ജനങ്ങൾക്ക് വല്ലതും അറിയോ? ഈ കിഫ്ബിയുടെ ഫുൾ ഫോം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ട മന്ത്രിമാര്, നിങ്ങളിപ്പം ഇറങ്ങുകയല്ലേ, നിങ്ങളുടെ സാധാരണ സഖാക്കൾക്ക് അറിയില്ല. അപ്പൊ ഇവർ ചെയ്യുന്നത് എന്തോ ഒരു സംഭവമാണ്. ഇവർ തന്നെ വലിയ സംഭവങ്ങളാണ്. അപ്പൊ ആകെ മൊത്തം പുറമ്പോച്ചയുടെ ഒരു രൂപങ്ങളാണ് ഇവരെല്ലാം. പുറമ്പോച്ച നുള്ളി കീറി കഴിയുമ്പോൾ നമ്മൾ ഈ ഉള്ളി തൊലിക്കുമ്പോൾ ഒന്നും കാണില്ലെന്ന് പറയൂലേ, അതുപോലെ ഉള്ളി തൊലിക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ ശരിക്കും ഉള്ളി തൊലിച്ച് കഴിയുമ്പോൾ ഇവരൊന്നും ഒന്നുമല്ല. അല്ല, ജനത്തിന് ഇതൊക്കെ അറിയണമെന്നേ. കിഫ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിജീവി പിന്നെ അവരുടെ സഖാവ് തോമസ് ഐസക്കിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഈ പറയുന്ന കിഫ്ബി. കേന്ദ്രം കാശ് എന്നില്ലെങ്കിൽ ഞങ്ങൾ കിഫ്ബിയിൽ നിന്ന് കൊണ്ടുവരും. ഇപ്പോ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് നടത്തിയപ്പോ ഞങ്ങൾ സഹകരണ ബാങ്കുകളിൽ നിന്ന് കാശ് പിരിച്ച് ഞങ്ങൾ ആ കാശ് കൊടുക്കും, അല്ലെ? എന്നിട്ട് കൊടുത്തോ കരുവന്നൂർ ബാങ്കിലെ കാശ് എല്ലാവർക്കും കൊടുത്തോ? ഇപ്പോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറുകയാണ്. അവരുടെ പാർട്ടി അടിമകൾ പോലും ഇപ്പൊ പഴയതുപോലെ അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഭരണം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് വീടുകളിൽ ഇറങ്ങി സർവേ നടത്താൻ പറഞ്ഞപ്പോ ഇവരുടെ പദ്ധതിയൊന്നും അല്ലല്ലോ ശരിക്കും. അല്ല, കിഫ്ബി ഇവരുടെ ഐഡിയ ആണെന്നേ. കിഫ്ബി ഇവരുടെ ഐഡിയ ആണ്. കിഫ്ബി എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അത് എന്താണെന്ന് അവർ പറഞ്ഞു കൊടുക്കട്ടെ. അത് പറയണം സാർ. പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ല, ഈ ഭരണം എങ്ങനെയുണ്ട്, ഭരണത്തിനെ കുറിച്ച് വിലയിരുത്താൻ സഖാക്കൾ വീടുതോറും കയറി ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ എത്ര സഖാക്കളെ കിട്ടി? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞോ എന്നാണ് ഈ കീഴ്ഘടകത്തിലെ ആൾക്കാർ പറഞ്ഞത്. ഇന്ന് ചുവരെഴുതാൻ ആളില്ല. നിങ്ങൾക്കറിയോ? ചുവരെഴുതാൻ ആളില്ല, പോസ്റ്റ് ഒട്ടിക്കാൻ പാർട്ടിക്കാരില്ല. കീഴ്ഘടകത്തിൽ അതിനൊക്കെ ആൾക്കാർ ഇറക്കേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ആഘോഷപൂർവ്വം എല്ലാവരും ചെയ്തിരുന്നതല്ലേ കാര്യം. അതായത് നീണ്ട 10 വർഷം. ഇന്നലെ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിലല്ല ഈ പാർട്ടി ഇങ്ങനെ ആയത്. പാലോളി മുഹമ്മദ് കുട്ടിയെ കുറിച്ചൊക്കെ ഇവർക്ക് ഓർമ്മയുണ്ടോ ആവോ? മലപ്പുറംകാരനായ ഒരു തനി കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് പാർലമെന്ററി തലത്തിൽ എന്ന് ഈ പാർട്ടിയിലുള്ള നേതാക്കൾക്ക് മോഹമുണ്ടായോ അന്ന് മുതൽ ഈ പാർട്ടി തീർന്നു. അപ്പൊ ഇവിടെ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, സ്വയം പറയാൻ, അതായത് വേറെ ആരും പറയാതെ വരുമ്പോ ഇപ്പൊ ആർക്കും നേരെയില്ല. ആർക്കും, രാജീവിന് നേരെയില്ല, രാജേഷിന് നേരെയില്ല, പറയുന്ന വേറെ ആർക്കാ, അല്ലെങ്കിൽ വിജയരാഘവന് നേരെയില്ല. ബാലൻ വല്ലപ്പോഴും ഒന്നിങ്ങനെ രക്ഷപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പൊ സ്വയം അങ്ങ് ഏറ്റെടുത്തേക്കാന്ന് വിചാരിച്ചു. സ്വയം അങ്ങ് എന്റെ തള്ളൽ, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. ഇത് കഷ്ടമാണെന്ന് ആലോചിച്ചു. സാധാരണ നമ്മുടെ മഹത്വത്തെ പറ്റി മറ്റൊരാൾ പറയുമ്പോഴാണ് അത് മഹത്വമാകുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വയം ഇരുന്ന് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ മാടയാണ്, ഞാൻ കൂടെയാണ് എന്നൊക്കെ നാടൻ ഭാഷ പറയുന്നത്. ശരിക്കും തള്ളിന്റെ അപ്പുറത്തേക്കും അഹംഭാവമാണ്. ഞാൻ സ്വയം അങ്ങ് തീരുകയാണ്. സ്വയം
ഒന്നുമല്ലാതെ അങ്ങ് തീരുകയും. എന്തായാലും സലീം കുമാറിന്റെ പ്രസ്താവനകൾ ഇത്തരത്തിലാണ് മുന്നോട്ട് വരുന്നത്. ഇതേപോലെ ഓരോ ഹാസ്യ രാജാക്കന്മാരും ഇദ്ദേഹത്തിനെ പരസ്യമായി പരിഹസിക്കുന്ന ഘട്ടത്തിലേക്ക് ഇദ്ദേഹം സ്വയമേ വന്ന് നിന്ന് ഹാസ്യ രാജാക്കന്മാർ പറഞ്ഞില്ലെങ്കിലേ സാധാരണ ജനത്തിൽ സാധാരണ ആൾക്കാരും പരിഹസിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്തിൽ സലീം കുമാറിന്റെ ഈ ഒരു വീഡിയോ മാധ്യമങ്ങളിലൊക്കെ വരുന്ന സമയത്ത് കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് കാണണം. ഇത്രയധികം അല്ലെങ്കിൽ സലീം കുമാറിനെക്കാട്ടി മികച്ച കലാകാരന്മാരെ നമുക്ക് ട്രെൻഡിങ് നമ്പർ 1 രീതിയിലേക്കൊക്കെ ഇലക്ഷൻ ആവുമ്പോൾ അങ്ങനെ കുറെ വീഡിയോകൾ ട്രെൻഡിങ്ങിലായിട്ട് വരും. ഇതിപ്പോ നമുക്ക് എടുത്തു വെക്കാൻ പറ്റാത്തത്രയും ട്രെൻഡിങ് വീഡിയോസ് ആണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള സലീം കുമാറിന്റെ വാക്കുകൾ. എന്തായാലും അതിലെ പിഷാരടി ആരും തൊടാതിരിക്കുകയാണ്. തോമസ് ഐസക് ഖേദം പ്രകടിപ്പിച്ചു. അഖിൽ മാരാറിന്റെ ഇപ്പൊ വായിക്കകത്തിലൊന്നുമില്ല, അദ്ദേഹം തിരിച്ചു നിലപാടുകളൊന്നും പറയുന്നില്ല. അതേപോലെ ഓരോ ആൾക്കാരും അത്തരത്തിലാണ്. അല്ലെങ്കിൽ പിഷാരടിക്ക് അറിയാം കൊടുക്കേണ്ടടുത്ത് കൊടുക്കാനും പറയേണ്ടത് പറയാനും. ഇവർക്ക് വേണ്ടി പറയാൻ ഇപ്പൊ ആരുമില്ല, അതാണ് സത്യം.